അർജന്റീന ടീമും ലയണൽ മെസ്സിയും കേരളത്തിൽ വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആരാണ് പറ്റിച്ചത്? ഇക്കാര്യത്തിൽ സത്യം എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സ്പോൺസർമാർ പറയുന്നത് പറ്റിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്നാണ്. പക്ഷേ ഇതേക്കുറിച്ചുള്ള കൃത്യമായ രേഖകൾ പുറത്തുവിട്ടിട്ടുമില്ല. സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. അദ്ദേഹവും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. മറ്റൊരു കാര്യമുണ്ട്, ലയണൽ മെസ്സി വരും എന്ന കാര്യം പലതവണ ആവർത്തിച്ച് പറഞ്ഞയാളാണ് സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ. പക്ഷേ ഇപ്പോൾ വരില്ല എന്ന കാര്യം വന്നപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ മൗനം തുടരുന്നത്? ലയണൽ മെസ്സിയുടെ വരവിൽ ഊഹാപോഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി സ്പോൺസർമാരാണ് വ്യക്തത നൽകേണ്ടതെന്ന ന്യായം പറഞ്ഞ് ഇപ്പോഴും കായിക മന്ത്രി കൈകഴുകുകയാണ്. സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ഇന്നലെ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അതിനകത്തും പല സംശയങ്ങളും ഉയരുകയാണ്. കരാർ ലംഘനമുണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ നിലപാട്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ MD ആയ ആൻഡോ അഗസ്റ്റിൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നൂറുകണക്കിന് കോടി രൂപ മുടക്കുള്ള ഒരു ഇവന്റാണ്. ആ ഇവന്റ് നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ടല്ല റിപ്പോർട്ടർ TV കണ്ടതും. അതുകൊണ്ടാണ് അവരോട് ആ രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം ഈ AFA കൊണ്ടുവരിക, മെസ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നതേ ഇല്ല. അർജന്റീന ടീം വരണോ വരണ്ടോ തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷെ പണം മേടിച്ചു കഴിഞ്ഞാൽ വരാതിരുന്നാൽ അത് ചീറ്റിംഗ് ആണ്. പണം മേടിക്കുന്നതിന് മുൻപ് പറയാം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾ ഈ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയാം. പക്ഷെ പണം വാങ്ങി ഞങ്ങൾക്ക് ഡേറ്റ് കൺഫർമേഷൻ തന്നു, മാസം കൺഫർമേഷൻ തന്നു, ഇന്ന വിൻഡോയിൽ ഇന്ന ഡേറ്റിൽ 7 ദിവസം. ഏതാണ് സ്റ്റേഡിയം? ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഏത് സ്റ്റേഡിയമാണ് കളിക്കുന്നത് എന്നുള്ളത്. സ്റ്റേഡിയം ഏതാണെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ എന്താണ് വിഷ്വലായിട്ടുള്ള AR സംവിധാനത്തിൽ നമ്മൾ ചെയ്ത് എങ്ങനെയാണ് സ്റ്റേഡിയം ഇരിക്കുന്നതും എങ്ങനെയാണ് കളി നടക്കാൻ പോകുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ പൗലീന ഉണ്ടാവുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കേരളത്തിലെ ഒരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ സാധ്യത, ഇന്ത്യയിലൊരു സാധ്യത ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു വിലപേശം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒക്ടോബർ മാസം ഇതുവരെ വിൻഡോ അവർ അനൗൺസ് ചെയ്തില്ല. മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല, എവിടെയില്ല, കേരളത്തിലേക്കും ഇല്ല, ബംഗാളിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വരുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലോ. ഇത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് ഇവരെ ചെയ്യുന്നത്? കേരളത്തിലെ ആരാധന കണ്ടിട്ടാണ്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവരെ അറിയിച്ചിട്ടില്ല. കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എഫേർട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുന്നോട്ട് പോകും. അങ്ങനെ റിപ്പോർട്ടർ TVനെ കബളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെയും കബളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതുമായി കബളിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോഴും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് പറയുന്നത്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കബളിപ്പിക്കലിന് ഇരയായിട്ടുണ്ടോ എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ഇതൊക്കെ അവ്യക്തത പടരാൻ ഇടയാക്കിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകേണ്ടത് സ്പോർട്സ് മന്ത്രിയാണ്. അദ്ദേഹമാകട്ടെ വാ തുറക്കുന്നുമില്ല. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലും 2026 മാർച്ചിലും മാത്രമാണ് ഫിഫയുടെ വിൻഡോ പ്രകാരം അർജന്റീന ടീമിന് സൗഹൃദ മത്സരം കളിക്കാൻ കഴിയുക. എത്ര പരിശ്രമിച്ചാലും അടുത്ത ലോകകപ്പിന് മുൻപ് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. പല കടമ്പകളാണ് മുന്നിലുള്ളത്. എൽദോ പോൾ പുതുശ്ശേരി ചേരുകയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി. എൽദോ, ഇത് ശരിക്കും ഒരു പറ്റിക്കൽ എന്ന രീതിയിൽ തന്നെ പറയാമല്ലോ. ഇപ്പോൾ ഫുട്ബോൾ ആരാധകരും, കാരണം ഇത് ഫുട്ബോൾ ആരാധകരെ പറ്റിക്കലായി പോയി. ഇവിടെ വലിയ കോടികൾ മുടക്കി എന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ MD പറഞ്ഞത്. 130 കോടി രൂപ മുടക്കി എന്നൊക്കെ. അത് അദ്ദേഹത്തിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മുടക്കിയ പണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ബാധ്യത ഉള്ളതാണല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇക്കാര്യം തുറന്നു പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. കാരണം ഇതുവരെ അതെന്തോ വലിയ അഭിമാനമായി കൊണ്ട് നടന്നതാണ്. പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. എന്തൊക്കെയാണ് ഇനിയുള്ള കടമ്പകൾ? ശരിക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയല്ലേ? ഇനിയിപ്പോൾ 2026 സെപ്റ്റംബർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ലോകകപ്പ് നടക്കേണ്ട സമയമാണ്. അതിനും അപ്പോൾ സാധ്യതകൾ കുറവാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് ചതിയല്ലേ പറ്റിയിരിക്കുന്നത്? മഞ്ജുഷ് സൂചിപ്പിച്ചതിനാണ് പ്രധാനപ്പെട്ട കാര്യം. പറ്റിക്കപ്പെട്ടിരിക്കുന്നത് അത് സാധാരണക്കാരായിട്ടുള്ള ഫുട്ബോൾ ആരാധകരാണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതിൽ മന്ത്രിയാകട്ടെ സ്പോൺസർമാരാകട്ടെ അവർ പറയുന്നത് ഒരു വ്യക്തത കുറവുണ്ട് എന്ന് നമുക്ക് തീർത്തും സംശയം ഇല്ലാതെ തന്നെ പറയാനും കഴിയും. അത്രമാത്രം ആലോചനകൾ നടക്കേണ്ട ഒരു ഇവന്റാണ്. ലയണൽ മെസ്സി അതിനപ്പുറം ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ
ആലോചന എങ്ങനെ തുടങ്ങി എന്നതിൽ നമുക്ക് തുടങ്ങാം. ആദ്യം അർജന്റീന ഖത്തർ ലോകകപ്പ് ജയിക്കുന്നു. ഖത്തർ ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൽ അർജന്റീനയുടെ ഒരു വലിയ ഫാൻ ബേസ്, ലയണൽ മെസ്സിയുടെ വലിയ ആരാധക വൃന്ദം, ഇവർ നൽകിയ പിന്തുണ അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ലോകകപ്പ് ജയിച്ച ശേഷം അർജന്റീന മറ്റ് രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം തന്നെ ചേർത്ത് കേരളത്തിനും ഫുട്ബോൾ ആരാധകർക്കും നന്ദി എന്ന് രേഖപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെക്കുന്നത്. അങ്ങനെ ലോകകപ്പ് ജയത്തിന് പിന്നാലെ കേരളത്തിനുൾപ്പെടെ നന്ദി അറിയിച്ച് അർജന്റീനയുടെ പോസ്റ്റ് എത്തുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിന്റെ കായിക വകുപ്പിൽ നിന്ന് കായിക മന്ത്രിയുടെ ഒരു മെയിൽ പോകുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്. താല്പര്യം അറിയിക്കുകയാണ്, കേരളത്തിലേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അർജന്റീന ടീമിനോട്. അങ്ങനെ മെയിൽ അയക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ അർജന്റീന ടീമാകട്ടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് മറുപടി മെയിൽ വരികയാണ്, കേരളത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, അത് താല്പര്യമുള്ള കാര്യമാണ് എന്നുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു മുൻകാല ചരിത്രം കൂടി പരിശോധിക്കണം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു സ്വകാര്യ സ്ഥാപനമാണ്, അതൊരു സർക്കാർ സംവിധാനമോ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതോ അല്ല. ഇപ്പോൾ ഇന്ത്യയിൽ BCCI ക്രിക്കറ്റ് അസോസിയേഷന്റെ അല്ലെങ്കിൽ BCCI എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അഥവാ AFA. അപ്പോൾ AFA ആണെങ്കിൽ സാമ്പത്തികമായി വളരെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം 2020 നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും, AFAയുടെ പ്രവർത്തനത്തിന് പോലും സാമ്പത്തികമായിട്ടുള്ള സാധ്യത ഇല്ലാത്തതിനാൽ ലയണൽ മെസ്സി AFAയ്ക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങി AFAയ്ക്ക് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു അധികായന്റെ ഇടപെടൽ കൂടി AFAയുടെ പ്രവർത്തനത്തിൽ പിന്നീടുണ്ടായി. അങ്ങനെ ഏത് വിധേനയും സാമ്പത്തിക നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒരു സാഹചര്യം AFAയ്ക്ക് മുതലാക്കിയേ മതിയാകുമായിരുന്നുള്ളൂ. ഒരു വാണിജ്യ താല്പര്യം ലോകകപ്പ് ജയിച്ചതോടുകൂടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മുന്നിൽ കാണുകയും ചെയ്തു. ആ സമയത്താണ് കേരളം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് ടീമിന്റെ സന്ദർശനം, ലയണൽ മെസ്സി ഉൾപ്പെടുന്ന ടീമിന്റെ സന്ദർശനം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള റിക്വസ്റ്റുകൾ വരുന്നത്. സ്വാഭാവികമായും അതിൽ കോടികളുടെ ബിസിനസ്സാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ സ്പോൺസർമാർ തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഏതാണ്ട് 350 കോടിയിലേറെ രൂപ ഫീ ഇനത്തിൽ തന്നെ അർജന്റീനയ്ക്ക് മാത്രം നൽകേണ്ടതുണ്ട്. അതായത് ഏകദേശം 2 ടീം, എതിരാളി ടീം ഏതാണെന്നുള്ള വ്യക്തതയില്ല, ആ ടീമും കൂടെ വരുമ്പോൾ ഏതാണ്ട് 500 കോടി രൂപയിലേറെ വരുന്ന ഒരു ബൃഹത്ത് ഈവന്റായി തന്നെ ഇതിനെ കാണണമായിരുന്നു. അങ്ങനെ അപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതിനെ ഒരു സാധ്യതയായി കണക്കാക്കി, ഒരു വാണിജ്യ സാധ്യതയാണ് കേരളത്തിലേക്ക് എത്തുക എന്നത്. അർജന്റീനയെ സംബന്ധിച്ച് കേരളം ഒരു ഇന്ത്യയിലെ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിലെ ഒരു ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു ഇടം എന്നതിനപ്പുറം അവിടെ ഒരു ഫുട്ബോളിന് പ്രാമുഖ്യമുണ്ട് എന്ന് മനസ്സിലാക്കി എന്നതും നമുക്ക് കണക്കാക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ് താല്പര്യം തന്നെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെയും ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ അർജന്റീന ടീം ഇന്റർനാഷണൽ റിലേഷൻസ് മാനേജർ ടാബിയെ സ്പെയിനിൽ പോയി മന്ത്രി കാണുകയാണ് 2024 സെപ്റ്റംബറിൽ. ഇന്റർനാഷണൽ റിലേഷൻസ് മാനേജറായുള്ള ടാബിയാണ് ഇത്തരത്തിലുള്ള ലോക സന്ദർശനങ്ങൾ, സൗഹൃദ പര്യടനങ്ങൾക്കൊക്കെ കരാറുകളിലേക്ക് എത്തുക അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾ നടത്തുന്നതിനൊക്കെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് വേണ്ടി നേതൃത്വം നൽകുന്നത്. ഇതിൽ ഇടയ്ക്കിടെ ഒരു വിമർശനം ഉയർന്നിരുന്നു, ഇത് സാധ്യമാകുന്ന കാര്യമാണെങ്കിൽ എന്തിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധിയെ സ്പെയിനിൽ പോയി കണ്ടു എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ അതിന്റെ പ്രധാന കാര്യം ഇവരുടെ പ്രവർത്തന മേഖല സ്പെയിൻ കേന്ദ്രീകരിച്ചാണ്, അർജന്റീനയിലല്ല. അർജന്റീനയിലെ ഒരു സാമ്പത്തിക സാഹചര്യവും ഫുട്ബോൾ സാഹചര്യവും ഒക്കെ സ്പെയിൻ വെച്ച് നോക്കുമ്പോൾ വളരെ താഴെയാണ്, അവിടുത്തെ ക്ലബ് നിലവാരമൊക്കെ. അപ്പോൾ കൂടുതൽ ഫുട്ബോൾ പ്രവർത്തകരൊക്കെ അവരുടെ മേഖല സ്പെയിൻ കേന്ദ്രീകരിച്ചാണ്. അങ്ങനെ ടാബിയ ഉള്ളത് സ്പെയിനിലാണ്. വി അബ്ദുറഹ്മാൻ ടാബിയെ 2024 സെപ്റ്റംബറിൽ പോയി കാണുകയും ചെയ്യുന്നു. അർജന്റീന നേരത്തെ സൂചിപ്പിച്ചു, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു സർക്കാർ സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ട ചർച്ചയിൽ തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു പ്രതിസന്ധി, ഒരു സ്വകാര്യ സ്ഥാപനവുമായി, പ്രത്യേകിച്ചും വിദേശത്തുള്ള സ്വകാര്യ സ്ഥാപനവുമായി ഒരു കരാറിലെത്തുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ